പ്രദീപ്, താങ്കൾക്ക് എന്ന് തോന്നുന്നു ഈ ട്രംപിന് ഇടയ്ക്കിടയ്ക്ക് തോന്നും ഈ ചില രാജ്യത്തൊക്കെ ഇടപെടണം, അവിടെയൊക്കെ എനിക്ക് സമാധാനം ഉണ്ടാക്കണമെന്ന് തോന്നുന്നു. അങ്ങനെ ട്രംപ് അടുത്ത രാജ്യം ലക്ഷ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അയാൾക്ക് ഒരു പ്രാന്തായിരിക്കും കേട്ടോ. അയാളെ പിടിച്ചു കെട്ടാൻ ആരുമില്ല. അയാൾ ഇനിയിപ്പോ അടുത്ത ക്യൂബ ഇന്ത്യയിൽ പോലെയാണ്. പണ്ട് ബ്രിട്ടീഷുകാർക്കും ഡച്ചുകാർക്കും ഫ്രാൻസുകാർക്കും ഒക്കെ ഭ്രാന്ത്. അവരൊക്കെ നിർത്തി മര്യാദയായി. ഇയാളെ നാട്ടിൽ ഞങ്ങളുടെ തല്ലിക്കൊള്ളുന്നതാണ് അവിടെയുള്ളവർ തന്നെ. ഇത് എന്ത് ഭ്രാന്താണ് ചെയ്ത്? ഒരു രാജ്യത്തേക്ക് അവിടുത്തെ പരമാധികാരിയെ കൊല്ലുകയും ചെയ്തു. അത് പോട്ടെ, അതും പോയിട്ട് അടുത്ത രാജ്യത്തേക്ക് കയറുന്നത്. പിടിച്ചു അവിടെ നാട്ടുകാരെ ഈ അമേരിക്കക്കാരെ അവനെ ഓടിച്ചു എനിക്കത്. എന്തൊരു ഏർപ്പാടാന്ന് നോക്കിപ്പോ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ വിജയകുമാറാണ്. ശ്രീ വിജയകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് വീണ്ടും പ്രഖ്യാപിച്ചു കഴിഞ്ഞു, അവിടെ സൗഹൃദപരമായ ഒരു ഭരണമാറ്റത്തിനുള്ള പദ്ധതിയൊക്കെ തൻ്റെ പക്കലുണ്ട്, അത് താൻ ഇനി നടപ്പാക്കും, ഈ ജോലി ഒന്ന് തീർത്തോട്ടെ എന്നാണ് പുള്ളി പറയുന്നത്. അയാളെ വിഡ്ഢിത്തം പറയാണ്. ശരിക്കും വിഡ്ഢിയാണ്. ശരിക്കും ഒരു പൊട്ടനാണ്. സത്യത്തിൽ വെച്ചുണ്ടോ ട്രംപിനെ അവിടെ നിന്ന് മാറ്റാൻ മിക്കവാറും ലോകാശ്രം പതുക്കെ ചിന്തിക്കും. സോഷ്യലിസ്റ്റ് രാജ്യങ്ങളാണ് ഇതിലുണ്ടല്ലോ. അതായത് സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ള ഭരണാധികാരികളും കൂടുതലുണ്ട്. ഇപ്പൊ അടുത്ത സമയത്ത് മിക്കവാറും ഇപ്പൊ ന്യൂയോർക്കിൽ തന്നെ മേയർ ഇപ്പൊ ശരിക്കും ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് മിക്കവാറും ചിന്തിക്കാൻ ആൾക്കാർ പല ഭരണാധികാരികളും പല ആൾക്കാരും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈയിടെ മിക്കവാറും മാറ്റാനുള്ള സാധ്യത, ഇപ്പോൾ വെനിസ്വേലയിലെ പ്രസിഡന്റ് അതേപോലെ തന്നെ ഈയിടെ മാറ്റാനുള്ള സ്ഥിതി വരാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ചൈന, റഷ്യ അതൊക്കെ ഏറ്റവും അവരൊക്കെ കാര്യമായ കാര്യങ്ങളിലേ ഇടപെടുള്ളൂ. ഇപ്പൊ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. മിക്കവാറും ഏറ്റവും ശക്തി ഇന്നത്തെ ആയുധ റഷ്യക്കൊക്കെ ഇപ്പോൾ അവര് 4 ദിവസം കൊണ്ട് യുക്രൈനെ തീർക്കാന്ന് പറഞ്ഞ് പോയതാണ്. ഇപ്പോ വർഷം കഴിഞ്ഞിട്ടും അവിടെ